ഹലോ, നമ്മുടെ ചാനൽ പൊതുവേ ചെയ്യാത്തതും എന്നാൽ ഈ കൊല്ലത്തെ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും കൂടാണ് കേട്ടോ ഇത്. മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ 6 മണിക്ക് എണീക്കുക. അമ്മ പിന്നെ നേരത്തെ എണീറ്റിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. പിന്നെ ഇവരെ എണീപ്പിക്കുക, ഫുഡ് കൊടുക്കുക, ഡ്രസ്സ് ഇടിപ്പിക്കുക, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയാൽ മതി. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ടൂട്ടിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ അവളെ കിൻഡർ ജോയിൻ്റെ കൂടെ കിട്ടിയ എന്തോ ഒരു ബാൻഡ് എടുത്ത് എൻ്റെ കയ്യിലിട്ടുന്നുണ്ട്. ഇത് ഇട്ടിട്ട് വീഡിയോ എടുത്താൽ മതി എന്നോട് പ്രത്യേകം പറയും ചെയ്തിട്ടുണ്ട്. 7:15 അവർക്ക് ബസ് വരും. അതുവരെ ഒരു ജക്കപ്പൊക്കെയാണ്. അവരെ ബസ്സിൻ്റെ അടുത്താക്കി വന്നാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. ഞാനും അമ്മയും കൂടെ ആണ് ആക്കാൻ പോവാറ്. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ കുറച്ച് നേരം TV കാണുമോ അല്ലെങ്കിൽ ഫോണിൽ തോണ്ടിയിരിക്കുകയോ ചെയ്യും. ഇന്ന് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചിക്കൻ കറിയാണ്. പുട്ട് ഞാൻ ഉണ്ടാക്കി, ചിക്കൻ കറി അമ്മ ഉണ്ടാക്കി. പിന്നെ ഒരു നീണ്ട 2 മണിക്കൂറിൻ്റെ ഉറക്കം, അത് പതിവാണ്. ശിവരാത്രി ആയതുകൊണ്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ കാലമായില്ലേ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് ഏതായാലും ഒരു ശിവരാത്രി ക്രാഫ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ സെറ്റപ്പൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പക്ഷേ 1.5 മാസം ഞാൻ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാ പൊടിയും വന്ന് ആ ട്രൈപോഡിലും ലൈറ്റിലും ഒക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിരുന്ന് ക്ലീൻ ചെയ്ത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊടി മതി, അത് വന്ന് എൻ്റെ മൂക്ക് കയറിയിട്ട് തുമ്മി ഞാൻ പണ്ടാറടങ്ങും. ഇന്ന് ഞാനൊരു ശിവലിംഗം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ ചിരാതില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്തത്. പിന്നെ എയർ ഡ്രൈ ക്ലേയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ക്ലേ ഒന്ന് ഏതായിട്ട് സെറ്റ് ആവണമല്ലോ. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് ഫുഡ് കഴിച്ചു തരാമെന്ന് വിചാരിച്ചു. അമ്മയും ഞാൻ ഒരുമിച്ചിരുന്നിട്ടാണ് എപ്പോഴും ഫുഡ് കഴിക്കാറ്. അപ്പോൾ നാളെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ലീവാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ലിസ്റ്റൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ റിലയൻസിലൊക്കെ പോയിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്ത് വന്നു. വൈകുന്നേരം ഇവർ വരുമ്പോഴത്തേക്ക് ഈ പരിപാടികളൊക്കെ തീർക്കണം. 4:30 ആകുമ്പോൾ അവർ സ്കൂളിൽ നിന്ന് എത്തും. അപ്പോഴത്തേക്ക് ആ ക്ലേ ഒക്കെ ഉണങ്ങിയിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചടപടയെന്ന് പെയിൻ്റൊക്കെ ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റോഡിലേക്ക് അവരെ പിക്ക് ചെയ്യാൻ പോയി. ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവർ വന്ന് അവർക്ക് സ്നാക്സൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അവരെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ശിവരാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ അടിപൊളിയാണ്. ഫുള്ള് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഞാൻ കുറേ മുന്നേ പോയതാണ്. പിന്നെ മക്കളൊക്കെ വലുതായതിൻ്റെ ശേഷം ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയ ടൈമിൽ വലിയ റഷൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ തൊഴുത് പോരാനൊക്കെ കഴിഞ്ഞു. അവിടെ എത്തിയപ്പം പിള്ളേർക്ക് എന്തോ പാക്കറ്റിലുള്ള വീല് പോലുള്ള സാധനം വേണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. ഈ ക്ഷേത്രം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാലിക്കറ്റ് സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഈ അമ്പലം എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ പ്രത്യേക ഒരു വൈബാണ്. പിന്നെ ശിവൻ്റെ അമ്പലമായതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് തൊഴാൻ കാര്യങ്ങളൊക്കെ. ഞങ്ങളവിടെ ചെന്ന ടൈമിലാണ് അവർ രഥവും പിന്നെ ആനേനെയൊക്കെ എഴുന്നള്ളിച്ച് വരുന്നുണ്ട്. പിന്നെ ഞാൻ കുട്ടിയായിരുന്നപ്പോഴും ഇപ്പോഴും ഒരു മാറ്റമില്ലാത്ത കാര്യമാണ് ആനേനെ കാണാമെന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പഴയ കുട്ടിക്കാലത്തെ അതേ കൗതുകം തന്നെ ഇപ്പോഴും എനിക്ക് ആനേനെ കാണുമ്പോൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരുപാട് ചെണ്ടമേളക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഡാൻസ് പ്രോഗ്രാം എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളപ്പം തൊഴാനുള്ളിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയി ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. പിന്നെ എൻ്റെ വീഡിയോഗ്രാഫർ മോനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭദ്രകാളിയൊക്കെ ആയിട്ടുള്ള ഒരു ഡാൻസാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ മൊത്തം കണ്ടില്ല. പിന്നെ മോൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തന്ന് കുളത്തിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട്. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ചടപ്പാണ്. അപ്പം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു.
പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പച്ച കളറുള്ള ഒരു പീപ്പി അവൻ്റെ കണ്ണിൽപ്പെട്ട്. അപ്പം അത് മേടിക്കണം എന്ന് പറഞ്ഞ് അത് മേടിച്ചു കൊടുത്തു. പിന്നെ അമ്പലത്തിലോട്ട് കയറുമ്പോൾ ഞാൻ ഈ ലൈറ്റൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് പുറത്ത് പോയാൽ ഒരു മസാല ദോശ എപ്പോഴും കഴിക്കണം. അമ്മ പൊതുവേ വെജാണ് കഴിക്കാറ്, നോൺ വെജൊന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ സുപ്രഭാതത്ത് കയറിയിട്ട് ഒരു 3 മസാല ദോശ ഓർഡർ ചെയ്തു. അമ്മയ്ക്ക് അച്ഛനും സ്പൈസി ആയിരുന്നു ഓർഡർ ചെയ്തത്, എനിക്ക് നോർമൽ മസാല ദോശയും. പിന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾക്കൊരു കേസരി ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ പിന്നെ വെജ് ഐറ്റംസൊക്കെ വളരെ കുറവാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ളത് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു നൂഡിൽസ് ഓർഡർ ചെയ്തു. പക്ഷേ നൂഡിൽസ് ഞങ്ങൾ തിരിച്ച് പാക്ക് ചെയ്യേണ്ട അവസ്ഥയായി. അവർ കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവിടെ മതിയാക്കി വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കൊന്ന് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ബീച്ചിൽ കയറി പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ അവിടെ ഒരു ഇട്ടാപ്പൊട്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് കണ്ട എപ്പോഴും ഇവർക്ക് വേണം. അതൊക്കെ മേടിച്ചെടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഓഫായി, ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ